ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്നാണെങ്കിൽ നമ്മൾ ദേവയ്ക്ക് വേണ്ടിയിട്ട് ഒരു പടമൊക്കെ അങ്ങ് വരയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ദേവയാണ് ഇത് ആദ്യം എന്നെ കാണിച്ചു തന്നത്. അപ്പോൾ അവളാണെങ്കിൽ എന്നോട് പറഞ്ഞു, അമ്മ നമുക്കിതെല്ലാം ചെയ്തിട്ട് ഭംഗിയുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, കാരണം ഇത്രയും ക്ഷമയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൾ എന്നോട് നിർബന്ധിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരെണ്ണം ആദ്യം അവൾക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തത്. പിന്നെ എനിക്കിതങ്ങ് ഭയങ്കര അഡിക്റ്റ് ആയിപ്പോയി. പിന്നെ അങ്ങനെ വീണ്ടും ഇത് രണ്ടാമത്തതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ക്ഷമ മാത്രം മതി, കുറച്ച് നേരം നമ്മൾ ഇതിൻ്റെ കൂടെ മെനക്കെട്ടിരുന്നാൽ മാത്രം മതിയേ. അപ്പോൾ കുഞ്ഞിനെ ആണെങ്കിൽ അമ്മ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ കുറച്ച് സമയമൊക്കെ കിട്ടുമ്പം അതിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ല പിന്നെ അവൾ ഉറങ്ങുന്ന സമയത്ത് ഒക്കെ ചെയ്ത് കാണും. ഇത് കാണുമ്പോഴത്തേക്കും ദേവയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ പിള്ളേർ ഇങ്ങനെ കളിച്ചൊക്കെ നടക്കാതെ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കുമേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എടുത്ത് വെക്കാമല്ലോ, ആരെങ്കിലും വരുമ്പോൾ കാണിച്ചും കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കത്തില്ലേ. നമ്മുടെ ദേവ സ്കൂളിൽ പോയ സമയമാണ് ഇത്. ദക്ഷു ഉറങ്ങുന്ന സമയത്താണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് ഞാൻ അമ്മയെ കാണിച്ചപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ തല കറങ്ങുന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കും എന്തോ തലയൊക്കെ കറങ്ങുന്ന പോലെ. ഏകദേശം ആദ്യം വരച്ചപ്പോഴത്തേക്കും ഒരു ചിലന്തി വലയുടെയൊക്കെ ഒരു മട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് കണ്ടിട്ട് തല കറങ്ങുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ദക്ഷു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ കാര്യം നടത്തി തീർത്തത് കാര്യമായി. പിന്നെ നമ്മുടെ ഇത് ദേവയുടെ അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ്. ദേവ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ദേവയുടെ ഇനി കാണിക്കുന്നത് അന്ന് വൈകുന്നേരം ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ആ ഒരു ഫോട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ നേരത്താണ് ദേവനെ അത് കാണിക്കുന്നത് തന്നെ. ദേവയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പടമൊക്കെ വരച്ച് കൊടുക്കുന്നത്. ദേവ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മ ഇത് എപ്പോഴാണ് അമ്മ ഇരുന്ന് വരച്ചത് എന്നൊക്കെ ചോദിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവൾ പറയുവാണ്, ഈ ബുക്ക് മൊത്തം അമ്മ എനിക്ക് വരച്ച് തരണമെന്നും. മൂളുമൊക്കെ ചെയ്ത് ഞാൻ ഇരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഓഗസ്റ്റ് 15 ഇന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ അമ്മ എവിടെ നിന്നൊക്കെയോ ഒരു കൊടിയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദേവയ്ക്കാണെങ്കിൽ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ്. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ചുളുങ്ങിയാണ് അത് വന്നത് കൈ കിട്ടിയപ്പം. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ നല്ല തേച്ച് മിനുക്കി എടുക്കുവാണ്. തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇട്ട അടിപൊളിയായി. അതുവരെ ഭയങ്കരമായിട്ട് ചുളുങ്ങിയൊക്കെ ഇരിക്കുവാണ്. ഫ്ലിപ്കാർട്ടിൽ എങ്ങാണ്ട് 300 സംതിങ് രൂപ, 320 അങ്ങനെ അത്രയൊക്കെ ആയുള്ളായിരുന്നു ഈ ഡ്രസ്സിന്. നല്ല ഡ്രസ്സായിരുന്നു. ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇനി ഇത് മേടിച്ചിട്ടും കാര്യമില്ല, അടുത്ത വർഷം ഇനി മേടിക്കാം. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഇപ്രാവശ്യം മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി എല്ലാ വർഷവും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരു ദിവസം മാത്രമേ നമ്മൾ ഇടത്തുള്ളൂ, അത് കഴിഞ്ഞ് മടക്കിയൊക്കെ വെക്കും. അതുകൊണ്ട് നമുക്ക് ഇനി എല്ലാ വർഷവും ഉപയോഗിക്കാം. കുറച്ച് വലിയ ഡ്രസ്സാണ് ഞാൻ അവൾക്ക് നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അവൾക്ക് നല്ല ഇറക്കത്തിലാണ് ഇത് കിടക്കുന്നത്. നല്ല വണ്ണമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിൽ കെട്ടുള്ളത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എനിക്ക് എടുത്തത് അമ്മയാണ്. ഞാനിത് തേക്കുന്ന വീഡിയോ അമ്മയാണ് എനിക്ക് എടുത്തു തരുന്നതൊക്കെ. ദേവ അപ്പോൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് അവിടെ, റെഡി ആയിട്ടിരിപ്പുണ്ട്. കുളിച്ചൊക്കെ റെഡി ആയിരിക്കും ആള്. ഈ ഡ്രസ്സിൻ്റെ കൂടെ വളയും മാലയൊന്നും ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. അതിനൊരു ബഹളം കഴിഞ്ഞിട്ടിരിക്കുവാണ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അവളെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ദേവ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ദേവയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കറങ്ങല്ലേ എന്ന് പറഞ്ഞു, പക്ഷെ അവൾക്കത് കറങ്ങണം. നല്ല വിരിവുള്ള പാവാട ആയതുകൊണ്ട് നന്നായിട്ട് കറങ്ങും. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ ആൾ നന്നായിട്ട് നിന്ന് തന്നു കേട്ടോ. ഓരോ സ്റ്റൈലിൽ നിന്ന് തന്നു, ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ്. ഞാൻ എല്ലാ രീതിയിലും അവൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ ഓഗസ്റ്റ് 15 വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ വെള്ള മാത്രം അല്ലെങ്കിൽ ഓറഞ്ചും വെള്ളയും കൂടെ ചേർന്നുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ എന്തായാലും കലക്കി തിമിർ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കുഴപ്പം, നമുക്ക് തേച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അതിങ്ങനെ മടക്കിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും ചുളുങ്ങും, അത് കുഴപ്പമില്ല. പക്ഷേ തേച്ചൊക്കെ നല്ല അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുവാണ്, വീഡിയോ എടുക്കാനായിട്ട് പറയുവാണ് അവൾ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ദക്ഷു അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ദക്ഷുവിനും കൂടെ മേടിക്കേണ്ടതായിരുന്നു ഉടുപ്പെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു കേട്ടോ, ദക്ഷുവിനും കൂടെ കുഞ്ഞുടുപ്പുണ്ടായിരുന്നെങ്കിൽ മേടിക്കേണ്ടതായിരുന്നു, അവൾക്ക് വിട്ടു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു. ഇനി അടുത്ത പ്രാവശ്യം നല്ല അടിപൊളിയാക്കി രണ്ടുപേരെ ഒരുക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.